അങ്ങനെ ലൂസിഫർ ഇറങ്ങിയതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഇറങ്ങിയ സിനിമയാണ് എമ്പുരാൻ. അപ്പം ഇന്ന് രാവിലെ 6 മണിക്ക് പോയിട്ട് എമ്പുരാൻ സിനിമ കണ്ടു. സിനിമ കണ്ടിട്ട് ഇപ്പോൾ വന്ന വഴിയാണ്. അപ്പം എന്താണ് പറയുക, വളരെ വളരെ സന്തോഷവാനാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, സിനിമ എങ്ങനെയോ ആയിക്കോട്ടെ, എങ്കിൽ പോലും മലയാളത്തിൽ നിന്ന് ഇങ്ങനെയൊരു സിനിമ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പൃഥ്വിരാജ് കാണിച്ചൊരു ധൈര്യമുണ്ട്. ആ ധൈര്യത്തിന് കൂട്ടുനിന്ന നമ്മുടെ പ്രൊഡ്യൂസേഴ്സ്, അതിന് കൂട്ടുനിന്ന നമ്മുടെ ലാലേട്ടൻ തുടങ്ങി ഒരുപാട് പേര്. നമ്മുടെ പൃഥ്വിരാജ് പറയുന്നത് പോലെ എപ്പോഴും ആ സെറ്റിലെ ഓരോ ഡ്രൈവേഴ്സ് മുതൽ അതിനകത്തെ എത്ര വലിയ അഭിനേതാക്കൾ വരെ ആയിക്കോട്ടെ, അവരുടെ എല്ലാവരുടെയും കൂടിയാണ് സിനിമ. അത് അതിൻ്റെ ആ മേക്കിങ്ങിൽ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ 6 മണിക്ക് സിനിമ കാണാൻ പോയി. ഫാൻ ഷോ ആയിരുന്നു. അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ പോയിട്ട് തുടക്കം തൊട്ട് നമുക്കിങ്ങനെ രോമാഞ്ചം കൊള്ളിക്കുന്ന സാധനങ്ങൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ പോകരുത്. ഇത് മെല്ലെ മെല്ലെ ഓരോ പടിപടിയായിട്ട് കയറി വരുന്നൊരു സിനിമയാണ്. തുടക്കം തൊട്ട് ഒരേ ഹൈപ്പിൽ നിൽക്കുന്നൊരു സിനിമയല്ല. ഈ സിനിമ ഇത് കൂട്ട് സിനിമയാണെങ്കിൽ അതിനൊരു കഥേൻ്റെ ആവശ്യമുണ്ട്. ആ കഥ ഇതിനകത്തുണ്ട്, ഒരുവിധം കഥയുണ്ട്. അപ്പം എന്താണ് പറയുക, ഇതിപ്പോൾ ആദ്യം കഥ എന്താണെന്ന് തുടങ്ങുന്നു. അങ്ങനെ തുടങ്ങി മെല്ലെ മെല്ലെയാണ് സിനിമ ഹൈപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് തോന്നും, എൻ്റെ മോനെ ലാലേട്ടനെ സൈഡാക്കിയിട്ട് പൃഥ്വിരാജ് മാസാക്കിയല്ലോ എന്ന് നമുക്ക് തോന്നുന്ന സീനുകൾ വരെ ഇതിനകത്തുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു പഴയ ലാലേട്ടനെ, മുണ്ട് മടക്കി കുത്തി അടിക്കുന്ന ഒരു ലാലേട്ടനെയൊക്കെ നമുക്ക് ചില സ്ഥലങ്ങളിൽ ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ട്രെയിലർ കണ്ടപ്പം ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേര് പല പ്രവചനങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ പ്രവചനം പോലെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പം സിനിമ കാണാൻ പാകത്തിനുള്ള സിനിമയുണ്ട്. 1-2 തവണ തിയേറ്ററിൽ പോയി കാണാൻ പാകത്തിനുള്ള സിനിമയുണ്ട്. പിന്നെ ഇത്ര വലിയൊരു സിനിമ ഇറക്കിയതാണല്ലോ, എന്തായാലും ഉറപ്പായിട്ടും പോയി കാണണം. എനിക്ക് ഒന്നും കൂടി പോയി കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ ലാലേട്ടൻ സൈഡായി പോയോ ഇന്ന് വരെ തോന്നും. കാരണം പൃഥ്വിരാജും ലാലേട്ടനും ഒരുമിച്ച് നടന്നു വരുമ്പം നമ്മുടെ കണ്ണറിയാതെ പൃഥ്വിരാജിലേക്കാണ് പോയി പോകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അതിനി എനിക്ക് മാത്രം അങ്ങനെ തോന്നിയതാണെന്ന് അറിയത്തില്ല. പക്ഷേ ലാലേട്ടൻ്റെ കുറേ നാളുകൾക്ക് ശേഷം ഭയങ്കരമായൊരു തിരിച്ചുവരവ്, ഒരു മാസ് മസാല അടി ഇമോഷൻസ് എല്ലാമുള്ള ഒരു സിനിമയാണ്. അപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ കുറച്ച് സമയം ഹിന്ദിയാണ്, എങ്കിൽ പോലും സബ് ടൈറ്റിലുണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലാകും. പിന്നെ ഭൂരിഭാഗവും ഇത് നമ്മുടെ കേരളത്തിൽ നടക്കുന്നതായിട്ട് കാണിക്കുന്നത് കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ. ഭൂരിഭാഗവും ഫോറിൻ രാജ്യങ്ങളാണ്, അവിടെ നടക്കുന്ന കഥയായിട്ടാണ് അധികവും കാണിക്കുന്നത്. ഇവരവിടെയൊക്കെ പോയി ഷൂട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. എവിടെയാ, സെനഗൽ കാണിക്കുന്നുണ്ട്, ഇറാഖ് കാണിക്കുന്നുണ്ട്, അമേരിക്ക കാണിക്കുന്നുണ്ട്, ഫ്രാൻസ് കാണിക്കുന്നുണ്ട്, UK കാണിക്കുന്നുണ്ട്, പല പല രാജ്യങ്ങൾ കാണിക്കുന്നുണ്ട്. കേരളത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ, എങ്കിൽ പോലും കേരളത്തിലുള്ളതും നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന കുറേ പോർഷൻസാണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് പൃഥ്വിരാജിൻ്റെ അഭിനയമാണ് കേട്ടോ വീണ്ടും എനിക്ക് എടുത്തു പറയാനുള്ളത്. കാരണം ഇത് പൃഥ്വിരാജിൻ്റെ ഒരു എന്താ പറയുക, ഒരു പാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ പൃഥ്വിരാജിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അഭിനയം പൃഥ്വിരാജിൻ്റെ കണ്ണിൽ കാണാം. നമ്മൾ പറയില്ലേ ഫഹദ് ഫാസിൽ കണ്ണും കൊണ്ട് അഭിനയിക്കുന്ന ഒരു നടനാന്ന് പറയില്ലേ, അതുപോലെ ഇതിനകത്ത് പൃഥ്വിരാജിൻ്റെ ഓരോ ഇമോഷൻസും പൃഥ്വിരാജിൻ്റെ കണ്ണിൽ കൂടെ കാണാൻ പറ്റി കേട്ടോ. അത് എന്താണ്, ഇതുവരെ പൃഥ്വിരാജിൻ്റെ മറ്റ് സിനിമകളിലൊന്നും കാണാൻ പറ്റാത്തൊരു തരം അഭിനയം പൃഥ്വിരാജിൻ്റെ ഈ സിനിമയിൽ കാണാൻ പറ്റി. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ട്രെയിലറിൽ കണ്ട പോലെയൊക്കെ മുണ്ട് മടക്കി കുത്തിയുള്ള ലാലേട്ടൻ്റെ അടിയുണ്ട്. അല്ലാതെ ഭയങ്കരമായി ഫൈറ്റ് സീനുകളുണ്ട്. ഇനി ഒന്നേ പറയാനുള്ളൂ, ഇനിയിപ്പോൾ പല 10ൻ്റെയും +2ൻ്റെയും ഒക്കെ സെൻഡ് ഓഫ് വരാൻ പോവാണ്. അപ്പോൾ ഈ സെൻഡ് ഓഫും കഴിഞ്ഞ് ഈ ചക്കന്മാർ കുത്തിക്കഴുപ്പ് കയറി പലതരത്തിലുള്ള പരിപാടികളും കാണിക്കും. അപ്പോൾ അത് കാണിച്ചു കഴിയുമ്പം എമ്പുരാൻ കണ്ടതുകൊണ്ടാണ് അവനത് കാണിച്ചത് എന്ന് പറയാൻ ഇടവരുത്തരുത്. കാരണം ആവശ്യമുള്ളവർ പോയി കണ്ടാൽ മതി. അത്യാവശ്യം നല്ല രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, നല്ല രീതിയിലുള്ള ഫൈറ്റ് സീനുകളും നല്ല രീതിയിൽ ചോര തെറിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇൻസ്പിറേഷനായിട്ട് വേറെ ഇടത്ത് തന്നെ കൊല്ലാൻ പോകുന്നവർ ഈ സിനിമ പോയി കാണരുത് എന്നേ പറയാനുള്ളൂ. അപ്പം എന്താ പറയുക, നല്ല ഓളത്തോടെ ഇരുന്ന് കാണുന്ന കുറേ ഓഡിയൻസ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര സൂപ്പറായിട്ട് ഈ സിനിമ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും, എനിക്ക് ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസിനേക്കാൾ ഉപരി നമ്മുടെ പൃഥ്വിരാജിൻ്റെ സ്ക്രീൻ പ്രസൻസാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. എന്തുകൊണ്ടാണത് അങ്ങനെ വന്നതെന്ന് എനിക്കറിയത്തില്ല. ഇനി എനിക്ക് മാത്രം തോന്നുന്നതാണോ എന്നും എനിക്കറിയത്തില്ല. എങ്കിൽ പോലും നമ്മുടെ ഒരു അടിപൊളി ലാലേട്ടനെ തിരിച്ചു തരാൻ നമ്മുടെ പൃഥ്വിരാജിന് സാധിച്ചു.
അതുപോലെ തന്നെ പൃഥ്വിരാജും സൂപ്പറായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോ ആൾക്കാരും വളരെ വളരെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചില സ്ഥലങ്ങളിൽ ചിലവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് തുടക്കം തൊട്ട് ഭയങ്കര രോമാഞ്ചിപ്പിക്കുന്ന സാധനമൊന്നുമല്ല. തുടക്കം തൊട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ കയറി വരണം. അപ്പോൾ ആ കയറി വരുന്ന ടൈമിൽ ലാഗ് അടിക്കുന്നവരുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ലാഗൊന്നും അടിച്ചില്ല. എന്താണെങ്കിലും കൊള്ളാം. പിന്നെ ചിലർ പറയുന്നത് കേട്ടു ലാലേട്ടനെ സൈഡാക്കിയിട്ട് പൃഥ്വിരാജ് നടന്നു വരുന്ന സീനൊക്കെ ഉണ്ടെന്നൊക്കെ. അത് ഈ കഥയ്ക്ക് അനിവാര്യമാണ്. കാരണം ഇതിനകത്ത് പൃഥ്വിരാജിൻ്റെ ഒരു പാസ്റ്റും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നടന്നു വരുമ്പം അതൊരു പൃഥ്വിരാജിൻ്റെ ഒരു സംഭവമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലാലേട്ടൻ ഒന്ന് സൈഡിൽ നിന്നു എന്ന് കരുതി അതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അതുപോലെ ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ഫൈറ്റുണ്ട്. ആ ഫൈറ്റിലാണേലും ലാലേട്ടനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് പൃഥ്വിരാജാണ്. അതവർ മനഃപൂർവ്വം അങ്ങനെ ആക്കി എടുത്തതാവാൻ സാധ്യതയില്ല. എങ്കിൽ പോലും ആ ഫൈറ്റ് കാണുമ്പോൾ നമുക്ക് തോന്നും പക്ഷേ ലാലേട്ടൻ സൈഡിലായല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ലാലേട്ടൻ സിനിമയിൽ ടൈമിങ്ങിൽ കുറച്ച് കുറവാണെങ്കിലും ഉള്ള ഭാഗങ്ങളിലൊക്കെ ഭയങ്കര സൂപ്പറായിട്ട് തകർത്ത് വെച്ചിട്ടുണ്ട് ലാലേട്ടൻ. പൃഥ്വിരാജ് തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് സിനിമ 3 മണിക്കൂറുണ്ട്, ആ 3 മണിക്കൂറിൽ 3 മണിക്കൂറൊന്നും ലാലേട്ടനില്ല. ലാലേട്ടൻ വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ, പക്ഷെ ഉള്ള സ്ഥലങ്ങളിൽ തകർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ L3 എഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് വലിയ ക്യാമിയോ റോളുകളൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയി കാണുക. ടിസ്റ്റ് ഞാനായിട്ട് കളയുന്നില്ല. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യമുണ്ട്. അതായത് നമ്മുടെ മലയാള സിനിമകളിൽ കാറുകൾ വന്നു പോകുന്നത് പോലെയാണ് ഇതിനകത്ത് ഹെലികോപ്റ്ററുകൾ വന്നു പോകുന്നത്. അത് പല സീനുകളുണ്ട്, നമ്മൾ കണ്ണും തള്ളിയിരിക്കുന്ന ചില സീനുകളുണ്ട്. അതായത് ഹെലികോപ്റ്ററിൻ്റെ ആയിക്കോട്ടെ, പല ഫൈറ്റ് സീനുകളായിക്കോട്ടെ, പല മാസ് സീനുകളായിക്കോട്ടെ, നമ്മൾ കണ്ണും തള്ളിയിരിക്കും. ഇതൊക്കെ നമ്മുടെ മലയാള സിനിമയിൽ എങ്ങനെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റി എന്ന് നമ്മൾ കണ്ണും തള്ളിയിരിക്കുന്ന കുറേ സീനുണ്ട്. അപ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ പണിയെടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളൊരു ഇത് ഈ സിനിമയിൽ കൂടെ കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതും കൂടിയായിരുന്നു പറയാനുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞു വന്നപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചിരുന്നായിരുന്നു, സിനിമ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത്രയും കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതിനകത്ത് പറഞ്ഞു വന്നപ്പം ഈ കാര്യം പറയാൻ പറ്റിയില്ല. അതായത് ഹെലികോപ്റ്ററുകളും ഫ്ലൈറ്റുകളും കാറുകൾ വന്നു പോകുന്നത് പോലെയാണ് ഹെലികോപ്റ്റർ വന്നു പോകുന്നത്. എന്താണെങ്കിലും